നമ്മളെല്ലാവരും സ്ഥിരം വാട്സപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കറിയാത്ത കുറേ കിടിലൻ ഫീച്ചേഴ്സ് വാട്സപ്പിലുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ എല്ലാ മെസ്സേജസുകളും വർക്കിൻ്റെ മെസ്സേജസും ഫ്രണ്ട്സിൻ്റെ മെസ്സേജും ഫാമിലി മെസ്സേജും എല്ലാം കൂടി ഒരിടത്തായിരിക്കും കിടക്കുന്നത്. കുറേ മെസ്സേജസൊക്കെ ഉണ്ടെങ്കിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജസ് നമ്മുടെ അടുത്ത് നിന്ന് മിസ്സായി പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യാൻ താമസിച്ചു പോകാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ ഈ മെസ്സേജസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മുകളിൽ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓൾ, അൺറീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് എന്താണ് പേര് വെച്ചിട്ട് പേര് കൊടുക്കുക. എന്നിട്ട് ആരെയൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്കിനും ഇതേപോലെ തന്നെ ഈ പ്ലസ് ബട്ടൺ കൊടുക്കുക. വർക്ക് എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ഗ്രൂപ്പുകളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുക. നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും മുകളിൽ ഫ്രണ്ട്സ് എന്ന് വർക്ക് എന്ന് പറഞ്ഞ പുതിയ 2 ഓപ്ഷൻസ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കിലുള്ള എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആവശ്യം കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കളയണമെങ്കിൽ നിങ്ങൾ സെറ്റിങ്സ് പോവുക. അവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ലിസ്റ്റിലാണ് കളയേണ്ടത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെക്കാട്ടും വലിയൊരു പ്രശ്നമാണ് നമ്മൾ പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ ബേക്കിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ തുറച്ച് നോക്കാനൊക്കെ കുറേ പേരുണ്ടാവും. അത് വാട്സപ്പ് വെബൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാറ്റും അവർ കണ്ടിരുന്നത്. കാരണം എല്ലാ ചാറ്റുകളും ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ക്രോം എടുത്തിട്ട് പ്രൈവസി എക്സ്റ്റൻഷൻ ഫോർ വാട്സപ്പ് വെബ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആഡ് ടു ക്രോം കൊടുക്കുക. ഇനി നിങ്ങൾ വാട്സപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ബ്ലർ ആയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് എടുത്ത് നോക്കിയാലും അതിലും അതേ അവസ്ഥ തന്നെയാണ്. ഹോവർ ചെയ്താൽ മാത്രമേ കാണൂ. അല്ലാത്ത സമയത്ത് അത് ബ്ലർഡ് ആയിട്ടായിരിക്കും കാണപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറെ പ്രശ്നമാണ് നമ്മളെല്ലാവരും കുറേ ഗ്രൂപ്പുകളുണ്ടാവും. അതിൽ ചില ഗ്രൂപ്പുകളൊക്കെ സ്ഥിരം ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓഫ് വെച്ചാൽ പോരെ. അപ്പോഴാണ് വലിയ പ്രശ്നം വരുന്നത്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മിസ്സായി. ഇപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പ് എടുക്കുക. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നോട്ടിഫൈ ഫോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഓളിലായിരിക്കും കിടക്കുന്നത്. അത് മറ്റേ ഹൈലൈറ്റ്സ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള മെസ്സേജ് അതിൻ്റെ പാട്ടിന് പോകുകയും ചെയ്യും. വിച്ച് ഈസ് എ ഗുഡ് ഐഡിയ. അതേപോലെ തന്നെ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് നമുക്ക് ചെറിയ മെസ്സേജസാണ് തപ്പി എടുക്കണം. പക്ഷേ അതിൽ ഉപയോഗിച്ച് എക്സാക്റ്റ് വേർഡ്സ് ഏതാണെന്ന് അറിയില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് ആ മെസ്സേജസ് ഏകദേശം ഒരു ഡേറ്റ്സ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനോട് നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് എന്ന് പറഞ്ഞ സാധനം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ചിൻ്റെ റൈറ്റ് സൈഡായിട്ട് നിങ്ങൾക്കൊരു കലണ്ടർ പോലത്തെ ഒരു സെർച്ച് സെറ്റപ്പ് കാണാൻ സാധിക്കും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിൻ്റെയാണ് വേണ്ടത് വെച്ചാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് മെസ്സേജാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എടുക്കാം, എല്ലാ പരിപാടിയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും പറയാൻ പോകുന്ന ടിപ്പ് കുറേ പേർക്ക് അറിയായിരിക്കും. എന്നാൽ ഇതറിയാത്ത കുറേ പേരുണ്ട്. കാരണം ഞാനും അല്ലാതെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഡോക്യുമെന്റ്സ് അത് സ്കാൻ ചെയ്യാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞുതരാം. അതിനോട് നിങ്ങൾക്ക് ഫയലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഓപ്ഷൻ എടുക്കുക. അതിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്കാൻ ഡോക്യുമെന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ കറക്റ്റ് അലൈൻ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ക്യാപ്ചർ ചെയ്ത് സെറ്റാക്കി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് സെറ്റാക്കി വെക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിൽ റെഡിയാക്കി തരുന്നതായിരിക്കും. കാണാൻ സാധിക്കുന്നതാണ്. സാധാരണ ഒരു ഡോക്യുമെന്റ് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ അത് സെൻഡ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന വേറൊരു ഫീച്ചറാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു റീൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം. അതിനോട് നിങ്ങൾക്ക് ഏത് റീലാണ് ഷെയർ ചെയ്യേണ്ടത് വെച്ചാൽ റീൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഷെയർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ ലോഡ് ചെയ്ത് നിങ്ങളെ വാട്സപ്പിൽ സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സാധാരണ സെറ്റ് ചെയ്യുന്നത് സെറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് പേർക്ക് അറിയുന്ന വേറെ സംഭവമാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ സ്റ്റാറ്റസ് ആക്കി ഇടുവാണെങ്കിൽ വരുന്ന മെസ്സേജാണ് സെൻഡ് 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 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇതും ഒന്ന് ട്രൈ ചെയ്തു. അതിനുവേണ്ടി നിങ്ങൾ സാധാരണ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഫോട്ടോയോ വീഡിയോ സെലക്ട് ചെയ്യുക. താഴെ നിങ്ങൾക്ക് ഒരു ഹാഷ്ടാഗിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് മെൻഷൻ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പേഴ്സണലി ചാറ്റ് ചെയ്യുന്നവരെ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. അപ്പം അവർ മെൻഷൻ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ സ്റ്റാറ്റസ് സാധാരണ പോലെ സെറ്റ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെയാണോ മെൻഷൻ ചെയ്തത് അവർക്ക് ഇതേപോലൊരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഡ് ടു സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിലൂടെ അവർക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കുറേ പേർക്ക് അറിയാത്ത വേറൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മെയിൻലി ഉപകാരപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ അവരെ നമ്പർ സേവ് ചെയ്ത് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെ നമ്പർ അവർ കിട്ടുമ്പോൾ അവർ സേവ് ചെയ്യും. പിന്നെ ഇവരുടെ സ്റ്റാറ്റസ് മൊത്തം നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ സ്റ്റാറ്റസ് അവർ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ സ്വയം മെസ്സേജ് അയക്കാൻ പറ്റുന്ന യു എന്നുള്ള ഓപ്ഷനിൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക. നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ നമ്പർ ഒരു നീല നിറത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അടിയിൽ ഒരു അണ്ടർലൈനും വന്നിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായി അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജിലേക്ക് അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്റെ യുഗമല്ലേ. അപ്പോൾ ബേസിലുള്ള കുറച്ച് ഫീച്ചർ വരില്ല. ഒന്നാമത്തെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ വീഡിയോ കോളിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബേസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ സാധാരണ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു മാന്ത്രിക വടീൻ്റെ പോലത്തെ ഒരു ചിഹ്നം കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ മൂന്നാമത്തെ ഓപ്ഷനിൽ കാണാൻ സാധിക്കും ക്രിയേറ്റ് വിത്ത് AI എന്ന് പറഞ്ഞത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ടിക്ക് കൊടുക്കുക. അത് ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങളെ വീഡിയോ കോളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാറ്റിൻ്റെ തീമും അതുപോലെ തന്നെ ചാറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റാക്കി വെക്കാൻ പറ്റുന്നതാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഡിഫോൾട്ട് ചാറ്റ് തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ കാണാൻ സാധിക്കും ക്രിയേറ്റ് വിത്ത് AI എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രോംപ്റ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച സാധനമൊക്കെ കിട്ടും. അല്ലെങ്കിൽ എന്നെ പോലെ ഇതേപോലെ കുളമായ ഔട്ട്പുട്ട് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കളർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടായി വന്നിരും. ഇനി ഇതൊന്നും കൂടാതെ തന്നെ വാട്സാപ്പിൽ ടെക്സ്റ്റ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്ഷൻസുകളുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുക. അതിന് വേണ്ടി നിങ്ങൾ തുടക്കത്തിലും അവസാനത്തിലും ബൾട്ടി കൊടുക്കുക. അപ്പോൾ പാരഗ്രാഫ് ആണെങ്കിൽ വേർഡ് ആണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ അവസാനം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടെക്സ്റ്റ് ഹൈലൈറ്റ് ആക്കിയിരിക്കുന്നത്. സ്ട്രൈക്ക് ചെയ്യാനായിട്ട് തുടക്കത്തിലും അവസാനത്തിലും ഈ വേവ് പോലത്തെ സാധനം കൊടുക്കുക. ബോൾഡ് ആക്കാൻ വേണ്ടി നിങ്ങൾ തുടക്കത്തിനും അവസാനത്തിനും സ്റ്റാർ കൊടുക്കുക. ചെറിയ തോതിൽ ഒരു ടെക്സ്റ്റ് ബോൾഡ് ആയിട്ടുണ്ടാവും. ടെക്സ്റ്റ് ഇറ്റാലിക് ആക്കാൻ വേണ്ടി നിങ്ങൾ തുടക്കത്തിനും അവസാനത്തിലും അണ്ടർസ്കോർ കൊടുക്കുക. ദൈവതാൻ്റെ ചിഹ്നം അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും വാക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്കെല്ലാം കുറച്ച് ഡിമ്മായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ 1 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു കുത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ വെച്ച് എൻ്റർ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലിസ്റ്റായിട്ട് വരുന്നത്. അതേപോലെ തന്നെ സ്റ്റാർ കൊടുക്കുക. സ്പേസ് ഇടുക. എന്നിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയുന്ന ടിപ്സുകളെന്ന് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയാതെ ഏതെങ്കിലും ടിപ്സുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സിൽ ഇടുക. അപ്പം സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.